തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് CPM അധിക്ഷേപത്തിൽ മനം നൊന്ത് പഞ്ചായത്ത് അംഗം ജീവനൊടുക്കിയിരിക്കുന്നത്. ആര്യനാട് പഞ്ചായത്ത് മെമ്പർ ശ്രീജയാണ് ആസിഡ് കുടിച്ച് ജീവൻ ഒടുക്കിയത്. ശ്രീജയ്ക്കെതിരെ CPM രാഷ്ട്രീയ സമരം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ആത്മഹത്യ എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. കൊള്ളക്കാരി എന്ന് ആക്ഷേപിച്ച് ശ്രീജയ്ക്കെതിരെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു CPM. ഇത് വല്ലാത്ത മാനസിക പ്രയാസമുണ്ടാക്കി ശ്രീജയ്ക്ക്. ഇതേപോലെ തുടർന്ന് പ്രതിഷേധ ധർണയടക്കം സംഘടിപ്പിച്ച് വല്ലാത്ത മാനസിക വ്യഥയിലേക്ക് ശ്രീജയെ എത്തിച്ചിരുന്നു. തുടർന്നാണ് ഈ ആത്മഹത്യ എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജ ആസിഡ് കുടിച്ച് ജീവനൊടുക്കുകയായിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രദേശത്ത് ഉടലെടുത്തിട്ടുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രശാന്ത്, വളരെ അവിടെ നിന്നുള്ള മെമ്പർ ശ്രീരാഗ് ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളുണ്ട്. അതായത് ശ്രീജ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് അവരൊരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ തലനാരിഴയ്ക്ക് ആ ജീവൻ രക്ഷപ്പെട്ടതാണ്. പിന്നീട് സംസാരിച്ച് അവരെ ആ ഒരു വല്ലാത്ത ഒരു ട്രോമയിൽ നിന്ന് തിരികെ കൊണ്ടുവന്നതാണ്. പക്ഷേ പിന്നീടും അവരെ വിട്ടില്ല CPM. നിരന്തരം വേട്ടയാടി ഒടുവിൽ അവർ മരണത്തെ പുലുകി. അതാണ് ശ്രീരാഗ് അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് നിലവിലെ ആ പ്രദേശത്തെ സാഹചര്യം? വല്ലാത്ത പ്രതിഷേധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, CPM-ന്റെ നിരന്തരം വേട്ടയാടലിന് ഇരയായതുകൊണ്ട് തന്നെയാണ് ശ്രീജ മരിച്ചതെന്ന് തന്നെയാണ് പ്രാദേശിക നേതാക്കളടക്കം ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് മറ്റൊരു വാർഡ് മെമ്പർ നമ്മളോടൊപ്പം സംസാരിക്കുകയും ചെയ്തിരുന്നു. അതായത് ശ്രീജയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ നിന്ന് സാമ്പത്തിക ചിട്ടിയായും അല്ലെങ്കിൽ കടമായും പലിശയ്ക്ക് വാങ്ങിയിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി വന്നതോടുകൂടി ഈ പലിശ മുടങ്ങുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. എന്നാൽ ഈ പലിശ മുടങ്ങിയതോടുകൂടി തന്നെ CPM ഈ വിഷയത്തിൽ ഇവരെ വലിയ രീതിയിൽ വേട്ടയാടി. കാരണം കള്ളി എന്നതടക്കമുള്ള മുദ്രകുത്തി കൊണ്ട് തട്ടിപ്പുകാരി എന്ന രീതിയിലെല്ലാം പ്രചരണം നടത്തിയിരുന്നു. എന്നാൽ ഈ പലിശയ്ക്ക് കടമെടുത്തവർക്കാർക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. CPM പ്രവർത്തകരാണ് ഇത് വലിയ രീതിയിൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ശ്രീജയെ ആക്രമിക്കുന്ന നിലയിലേക്ക് എത്തിയത്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ശ്രീജ ഒരു ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം പ്രവേശിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിന്നും മുക്തമായി വീട്ടിൽ തിരിച്ചെത്തിയതാണ് ശ്രീജ. അങ്ങനെ അതിൻ്റെ ആ ഒരു ട്രോമയിലൂടെ കടന്നു പോകുമ്പോഴാണ് വീണ്ടും CPM അവരുടെ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടരുന്നത്. അത് ഫ്ലെക്സുകളായിട്ടും പോസ്റ്ററുകളായും പതിക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ കള്ളി എന്നതടക്കം കുർവാ സംഘത്തിന്റെ തലവി എന്നതടക്കമുള്ളവ ചാർത്തിക്കൊണ്ട് ആര്യനാട് പഞ്ചായത്തിൽ യോഗം വിളിച്ചുകൂട്ടി, പൊതുജനങ്ങളെ അടക്കം വിളിച്ചുകൂട്ടിക്കൊണ്ട് ആക്ഷേപിക്കുന്നു. ഇങ്ങനെ അധിക്ഷേപങ്ങൾ നിരന്തരം ചൊരിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരന്തരം അധിക്ഷേപങ്ങൾ ചൊരിയുകയും വ്യക്തിഹത്യ നടത്തുന്ന നിലയിലേക്കെല്ലാം CPM-ന്റെ നേതൃത്വത്തിൽ ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ശ്രീജയെ വീണ്ടും മനപ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന നിലയിലേക്ക് എത്തിയത്. കൂടുതൽ ശ്രീജ മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം എത്തിപ്പെടുകയും ചെയ്തു. തുടർന്ന് മരണമാണ് അഭയം എന്ന നിലയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. മരണം തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വളരെ വ്യക്തിപരമായി വാങ്ങിച്ച കടം, അതിലുണ്ടായ പലിശ അത് അവർ തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്തോ കാരണത്താൽ അതൊന്നും മുടങ്ങി. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. അതിനാണ് ഈ കോട്ടയ്ക്കകത്തെ കുറുവാ സംഘം എന്ന രീതിയിൽ ആ സ്ത്രീയെയും കുടുംബത്തെയും വല്ലാത്ത മാനസിക വ്യഥയിലേക്കും നിരന്തരം അധിക്ഷേപത്തിലേക്കും കടക്കാൻ കാരണമായത്. അങ്ങനെ തന്നെ അല്ലേ? എന്തു തന്നെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രാദേശിക നേതാക്കൾ അവിടെ നിന്നും പ്രാദേശിക നേതാക്കളടക്കം പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു തികച്ചും വ്യക്തിപരമായ രീതിയിൽ ചില കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ആ കടബാധ്യതകൾ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തീർക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തുകയും അത് പലിശകളായിട്ട് ഇങ്ങനെ കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങൾ വ്യക്തിപരമായിട്ട് ശ്രീജയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ വ്യക്തിപരമായ പ്രശ്നത്തെ എടുത്ത്
ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPM പ്രതിരോധം തീർക്കുകയും അധിക്ഷേപങ്ങൾ തുടരുകയും ചെയ്തത്. കോട്ടയ്ക്കകത്തെ കുറുവ സംഘം എന്നതടക്കമുള്ള രീതിയിൽ പോസ്റ്റർ പതിക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിൽ വ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ അതോടൊപ്പം തന്നെ പോസ്റ്റർ പതിച്ചുകൊണ്ട് അധിക്ഷേപങ്ങളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ചെന്നെത്തി. ഇതാണ് ഇപ്പോൾ ശ്രീജയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രദേശത്ത് വലിയ രീതിയിൽ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീജയുടെ ഭൗതിക ശരീരം ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഈ CPM നടപടിക്കെതിരെ പ്രതിഷേധം നടത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും CPM നേതാക്കളുടെ ഈ ഒരു അസത്യ പ്രചരണത്തിലൂടെയാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യനാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീജയാണ് ആത്മഹത്യ ചെയ്തത്. ഇന്നലെ പുലർച്ചയോടുകൂടി ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്ത നിലയിലാണ് ശ്രീജയെ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ ഉടലെടുക്കുന്ന സാഹചര്യമുണ്ട്. CPM തുടർന്നാണ് ഇത്തരത്തിൽ ശ്രീജയുടെ ആദ്യം സാമ്പത്തിക ബാധ്യതയാണ് ശ്രീജയുടെ ആത്മഹത്യക്ക് പിന്നിലെന്നായിരുന്നു ആദ്യം പുറത്തു വന്നതെങ്കിൽ പിന്നീടാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളെല്ലാമാണ് ശ്രീജയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതും CPMന്റെ ഭാഗത്തു നിന്ന് സൈബർ അറ്റാക്ക് അടക്കമുണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നു. വലിയ രീതിയിൽ രൂക്ഷമായ രീതിയിൽ അധിക്ഷേപങ്ങൾ ചൊരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശ്രീജയെ വീടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചും ഫ്ലക്സ് കാർഡുകൾ പതിച്ചും മാനസികമായിട്ട് തളർത്തുന്ന നിലയിലെല്ലാം CPMന്റെ ഭാഗത്തു നിന്നുള്ള സമര പരിപാടികളുണ്ടായിരുന്നു, നടപടികളുണ്ടായിരുന്നു. ഇതെല്ലാം മാനസികമായിട്ട് തളർത്തുന്ന നിലയിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ശ്രീജ വീണ്ടും ആത്മഹത്യാ ശ്രമം നടത്തുകയും അത് ആത്മഹത്യയിലേക്ക് ചെന്ന് മരണത്തിലേക്ക് തന്നെ വഴിവെക്കുകയും ചെയ്തത്. നേരത്തെ 2 ആഴ്ചകൾക്ക് മുമ്പും ശ്രീജ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ CPM ഇടത് പ്രചരണത്തിൽ മറന്നത് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അതിൽ നിന്നും മുക്തമായി വരുന്നതിനിടയിലാണ് വീണ്ടും ശ്രീജയ്ക്കെതിരെ മനസ്സിലാക്കുന്നത് ഈ CPM അധിക്ഷേപം തുടർന്നു, നിരന്തരം പോസ്റ്ററുകൾ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ ഈ കുടുംബം ആരോപിക്കുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ്. അദ്ദേഹം ഈ മാനസികമായി തന്നെ ഈ ശ്രീജയെ ആക്രമിച്ചിരുന്നു, വിഷമിപ്പിച്ചിരുന്നു. ആ ഒരു മാനസിക സമ്മർദ്ദം അവർക്ക് താങ്ങാൻ സാധിച്ചില്ല. ബിജു മോഹൻ എന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് ഗുരുതരമായ ആക്ഷേപം ഈ കുടുംബം ഉന്നയിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം ഈ CPM ഈ വിഷയത്തോട് നടത്തുന്നുണ്ടോ പ്രശാന്ത്? രാഖി, നിലവിൽ പ്രതികരണങ്ങളൊന്നും CPMന്റെ ഭാഗത്തുനിന്നോ ഇടതു നേതാക്കളുടെ ഭാഗത്തുനിന്നോ ഒന്നും വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. പ്രാദേശിക തലത്തിൽ നിന്ന് നമ്മൾ പ്രതികരണം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും നമ്മുടെ പ്രാദേശിക ലേഖകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള കൊടിയ അനാസ്ഥ ആണ്, അല്ലെങ്കിൽ കൊടും ക്രൂരതയാണ് ഇത്തരത്തിൽ ഒരു ജീവൻ പൊലിയാൻ കാരണമെന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത്, പ്രതിഷേധങ്ങളും ഉയരുന്നു. ശ്രീജ എന്ന കോട്ടയ്ക്കകം വാർഡ് മെമ്പറാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യക്ക് പിന്നിൽ CPM ആണ് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരും അതുതന്നെയാണ് ആരോപിക്കുന്നത്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആ കാരണങ്ങളാൽ സാമ്പത്തിക ബാധ്യതയെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് കള്ളി എന്നടക്കം മുദ്ര കുത്തിക്കൊണ്ട് CPM വ്യാപകമായി പ്രചരണം നടത്തി. ആ പ്രചരണത്തിൽ മനംനൊന്താണ് ശ്രീജ ആത്മഹത്യ ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഖി, CPM അധിക്ഷേപത്തിൽ മനം നൊന്ത് പഞ്ചായത്ത് അംഗം ജീവനൊടുക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം ആര്യനാടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ശ്രീജ എന്ന സ്ത്രീയാണ് CPM അധിക്ഷേപത്തെ അതിജീവിക്കാൻ സാധിക്കാതെ നിരന്തരം അതിക്രമത്തിന് വിധേയായി ഒടുവിൽ മരണത്തെ പുൽകേണ്ടി വന്നത്. അവർ ആദ്യമായിട്ടല്ല ആത്മഹത്യാ ശ്രമം നടത്തുന്നത്. 2 ആഴ്ച മുൻപ് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ കുടുംബം ഇടപെട്ട്, സുഹൃത്തുക്കൾ ഇടപെട്ട് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതാണ്.